ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ ഹെൽത്ത് കെയർ സെക്ടറുകൾ, അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്, ഡൊമിസറി കെയർ മേഖലകളിലേക്കൊക്കെ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതിൽ ഏകദേശം 29,000-ഓളം ആൾക്കാരാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴേ യു കെയിൽ വന്ന് പെട്ടുകിടക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മളെ ധാരാളം ഇന്ത്യൻസ് ആണ് യു കെയിൽ ഇപ്പോഴേ ഇതുപോലെ ഡൊമിസറി കെയർ ആണെന്നുണ്ടെങ്കിലും നഴ്സിംഗ് ഹോമുകളാണെന്നുണ്ടെങ്കിലും റെസിഡൻഷ്യൽ കെയർ ഹോമുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് എത്തി വിവിധ ഏജൻസികളുടെ ത്രൂവിൽ 10-15 ലക്ഷം രൂപ മുടക്കി യു കെയിൽ എത്തിയതിനു ശേഷം 2-3 മാസങ്ങൾ കഴിയുമ്പോൾ അവരുടെ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരുടെ വർക്ക് പെർമിറ്റ് ക്യാൻസലാക്കി ഇവിടെ വിസയില്ലാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വലിയ രീതിയിൽ കൂടുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് ഓൾറെഡി പോയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇവിടെ എത്തിയതിന് ശേഷം ഒരു വർക്ക് പെർമിറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ പുതിയൊരു വർക്ക് പെർമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചില്ല എങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യും. അതായത് നമുക്കിവിടെ ഒരു വിസയില്ലാതെ യു കെയിൽ തങ്ങാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം 60 ദിവസം മാത്രമാണ്. ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാരിൽ നല്ലൊരു ഭാഗം, അതായത് വിവിധ രാജ്യങ്ങൾ, ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം ആൾക്കാരുണ്ട്, ഏഷ്യയിൽ നിന്നുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഇപ്പോഴേ വിസ കണ്ടുപിടിക്കാനാകാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ പുതിയതായിട്ട് ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന വാർത്തകൾ കാണിക്കുന്നത് പറഞ്ഞാൽ ഏകദേശം 29,000-ഓളം ആൾക്കാർ ഇതേപോലെക്ക് ഒരു കെയർ ഏജൻസികളുടെ വലയിൽപ്പെട്ട് അവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് യു കെയിൽ വന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രഗിൾ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് പുതിയ ഒരു പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ 2 മാസങ്ങൾക്ക് മുൻപ് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതാണ്, യു കെയിൽ ഇതേപോലൊക്കെ സ്ട്രഗിൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ കെയർ ഏജൻസിയുടെ കബളിപ്പിക്കലിൽ പെട്ടുകിടക്കുന്ന ആൾക്കാർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് പുതിയ വർക്ക് പെർമിറ്റ് തരും എന്നുള്ള കാര്യം. ഗവൺമെൻറ് അതിനുവേണ്ടി മൾട്ടി-മില്യൺ പൗണ്ടാണ് ഇപ്പോൾ ചിലവാക്കുന്നത്. അതായത് കഴിഞ്ഞ മാസങ്ങളിലാണ് നമ്മളെല്ലാവരും കേട്ടത് യു കെയിലെ ഇനിയിപ്പോൾ ഇന്റർനാഷണലി കെയർമാരുടെ റിക്രൂട്ട്മെൻറ്റ് നിർത്തലാക്കുന്നു എന്നുള്ളത്. അതായത് ഇനിയിപ്പോൾ ഇവിടെ കെയർമാരുടെ വേക്കൻസിക്ക് വേണ്ടി ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ കൂടുന്നത് കൊണ്ട് ഇൻ്റർനാഷണലി അവരിനിപ്പോൾ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നില്ല, ഇൻ്റർനാഷണലി അവർ കെയർമാരെ റിക്രൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ യു കെയിൽ എത്തിയതിന് ശേഷം ഇതുപോലൊക്കെ കെയർ വിസകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് പുതിയ വർക്ക് പെർമിറ്റ് കൊടുക്കാനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 28,000-ഓളം ആൾക്കാർ ഈ ഒരു പദ്ധതിയിൽ അവർ അപ്ലൈ ചെയ്തതിൽ കേവലം 4% ആൾക്കാർക്ക് മാത്രമാണ് വിസ കിട്ടിയിരിക്കുന്നത് എന്നാണ്. അതായത് നമുക്കറിയാം, ഏകദേശം ഒരു 29,000-ഓളം ആൾക്കാർ ഇങ്ങനെയുള്ള വലയിൽ ഒരു ചതിയിൽപ്പെട്ട് യു കെയിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. അവരിൽ 28,000-ഓളം ആൾക്കാർ ഓൾറെഡി അപ്ലൈ ചെയ്തു. ഗവൺമെൻറ് പക്ഷെങ്കിൽ എല്ലാവർക്കും ഒരു ദിവസം വർക്ക് പെർമിറ്റ് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു 28,000-ഓളം പേര് അപ്ലൈ ചെയ്തു. അതിൽ 3.4%, ഏകദേശം 941 ആൾക്കാർക്ക് മാത്രമാണ് വിസ നൽകിയിരിക്കുന്നത്. ഗവൺമെൻറ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ അല്ല. ഈ ഒരു 941 പേർക്ക് മാത്രമല്ല ഇപ്പോഴും വിസ കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെക്ക് ആർക്കെങ്കിലും വിസ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഒരു ലോക്കൽ ഹബ്ബുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ് റെസ്പോണ്ട് ചെയ്യും. ഗവൺമെൻറ് നിങ്ങൾക്ക് ഇവിടെ ലീഗലായിട്ട് നിൽക്കാനുള്ള വർക്ക് പെർമിറ്റ് തരും. അതായത് യു കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കെയർ മേഖലയിൽ ഇപ്പോഴും 1,31,000-ഓളം വേക്കൻസികൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഇൻ്റർനാഷണലി അവർ റിക്രൂട്ട് ചെയ്യാനായിട്ട് യാതൊരു പ്ലാനുമില്ല. അതുകൊണ്ട് തന്നെ യു കെയിൽ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന കെയർ വർക്കർമാരുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ വർക്ക് പെർമിറ്റ് ലഭിക്കും. നമുക്കറിയാം, ഇവിടുത്തെ പാർലമെൻ്ററി അണ്ടർ സെക്രട്ടറി ആയിരിക്കുന്ന ഇന്ത്യൻ വംശജയായ സീമ മൽഹോത്രയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം മാസങ്ങൾക്ക് മുൻപ്
നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. പക്ഷേങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിന് തൊട്ട് 28,000 പേര് പോയിട്ട് ഒരു ദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ വർക്ക് പെർമിറ്റ് കൊടുക്കാനായിട്ട് ആർക്കും തന്നെ സാധിക്കത്തില്ല. പക്ഷേങ്കിൽ 1 by 1 ആയിട്ട് ഇവർക്ക് എല്ലാവർക്കും, ഇവരിപ്പോൾ ലീഗലായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ അല്ലെങ്കിൽ ഇവരിവിടെ വന്നിട്ട് ഈ ഒരു പ്രശ്നത്തിൽ അവരുടെ പൈസ വാങ്ങിയിട്ട് ഇതേപോലുള്ള ഏജൻസികൾ അവരെ ചതിച്ചതാണ്, അല്ലെങ്കിൽ ഇവരിവിടെ ലീഗലായിട്ടുള്ള ആൾക്കാരാണ്, ഇങ്ങനെ വന്ന് പെട്ടിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ജോലിയില്ലാതെ ഇങ്ങനെ അലയുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലീഗലാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസ ലഭിച്ചിരിക്കും. ഈ ഒരു ഏപ്രിൽ 30 കണക്ക് അനുസരിച്ച് ഏകദേശം ഇങ്ങനെ ഇതുവരെ അപ്ലൈ ചെയ്തതിൽ 941 ആൾക്കാർക്കാണ് ഗവൺമെൻറ് വിസ കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 941 പേർക്ക് മാത്രമല്ല അവർ ഇപ്പോഴും വർക്ക് പെർമിറ്റ് പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊരു റീസെൻറ്റ് അപ്ഡേഷൻ അല്ല, അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ഒരു കണക്ക് ഇപ്പോഴും പുറത്ത് വന്നിരിക്കുന്നതാണ്. പക്ഷേങ്കിൽ പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28,000-ഓളം പേര് അപ്ലൈ ചെയ്തതിൽ 3.4% ആൾക്കാർക്ക് മാത്രം, അതായത് കേവലം 941 ആൾക്കാർക്ക് മാത്രമാണ് വിസ ലഭിച്ചിരിക്കുന്നതാണ്. പക്ഷേങ്കിൽ നിങ്ങൾ ഇങ്ങനെ വന്ന് പെട്ടുകിടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലോക്കൽ ഹബ്ബുമായിട്ട്, നിങ്ങളുടെ MPയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് പ്രതിനിധിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അത് നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങളുടെ CVയും കാര്യങ്ങളുമൊക്കെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും UK-യിൽ വീണ്ടും ഒരു വർക്ക് പെർമിറ്റ് ലഭിക്കാനുള്ള വലിയ ചാൻസ് ആണുള്ളത്. കാരണം നമുക്കറിയാം ഇവിടെ ഏകദേശം 1,00,000-ൽ പരം ഇപ്പോഴും കേരളന്മാരുടെ വേക്കൻസികളുണ്ട്. അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട് ചെയ്യുന്നില്ല. അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ആയിരിക്കും അവർക്ക് വേണ്ടത്. കാരണം നിങ്ങളിവിടെ വന്നു, നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. നമുക്കറിയാം UK-യിലേക്ക് ഈ ഒരു കെയർ മേഖലയിൽ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ജനറൽ നഴ്സിംഗ് ഉൾപ്പെടെ കഴിഞ്ഞ് പാസ്സായിട്ടുള്ള ഇൻ്റർനാഷണൽ നേഴ്സന്മാരാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഗവൺമെൻറ്റിൻ്റെ വളരെയധികം താല്പര്യമുണ്ട്. ഏകദേശം ഒരു 470 ഇതേപോലെയുള്ള കെയർ ഹോമുകളുടെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് ഗവൺമെൻറ് ഇപ്പോഴും ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ പണം ഉണ്ടാക്കാനായിട്ട് മാത്രമായിട്ട് കുറേ നേഴ്സിംഗ് ഗ്രൂപ്പുകളും നേഴ്സിംഗ് ഹോമുകളും ഒക്കെ ഉണ്ട്. അവർ പല ഏജൻസികളെയും വെച്ചുകൊണ്ടാണ് ഇങ്ങനെ 10-15 ലക്ഷം രൂപ ആക്കിക്കൊണ്ട് ഓരോ ആൾക്കാരെയും UK-യിലേക്ക് കൊണ്ടുവരുന്നത്. UK-യിൽ കൊണ്ടുവന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചുകൊണ്ട് വിത്തിൻ മന്ത്സിനുള്ളിൽ തന്നെ അവരുടെ വർക്ക് പെർമിറ്റ് ക്യാൻസലാക്കുന്നു. ക്യാൻസലാക്കിയതിനു ശേഷം വീണ്ടും ഒരാളെ ഈ ഒരു തസ്തികയിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നു. അങ്ങനെ അവർ വീണ്ടും പണം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ, ഇങ്ങനെയുള്ള കെയർ ഹോം ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കെയർ ഹോം മാനേജർമാർ അല്ലെങ്കിൽ കെയർ ഹോമുകളുടെ ലൈസൻസ് തന്നെ ഗവൺമെൻറ് ഇപ്പോഴും ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോഴും വിസ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ വന്ന് ചതിയിൽപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇപ്പോഴും നമ്മളുടെ അണ്ടർ സെക്രട്ടറി സീമ മൽഹോത്ര പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളിപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഇത്രയും 1,00,000-ൽ കൂടുതൽ ഇപ്പോഴും വേക്കൻസികൾ ഇവിടെ നിലനിൽക്കുന്നു. പക്ഷേ നിങ്ങൾ ലീഗലായിരിക്കണം, ഇവിടെ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ്, എന്തെങ്കിലുമൊക്കെ കേസുകളും വഴക്കിലും ക്രിമിനൽ കുറ്റങ്ങളിലുമൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ ഇല്ലീഗലായിട്ട് UK-യിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് ലഭിക്കും. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.